തേങ്ങാവെള്ളം റൂട്ടിംഗ് ഹോർമോണായി ഉപയോഗിച്ച് ഒരു അഡീനിയത്തിൻ്റെ ശിഖരം തളിർക്കുമോ എന്ന് നോക്കാൻ വേണ്ടി പരീക്ഷണം നടത്തി. പക്ഷേ എന്തു പറ്റി? വേനൽ അതിൻ്റെ മൂർധന്യത്തിലേക്ക് നീങ്ങുന്നതുകൊണ്ട്. ഇത് 19-ാം തീയതി എടുത്ത വീഡിയോ ക്ലിപ്പാണ്. ചെടി പോകുന്ന തോന്നണേ. ഇത് 22-ാം തീയതി എടുത്താണ്. കണ്ടാൽ കുറച്ച് മെച്ചപ്പെട്ട പോലെ തോന്നും, പക്ഷേ ശരിയായിട്ട് അതല്ല. കാരണം ചെടി കുറച്ചൊന്ന് കുത്തനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇലകൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നനച്ച നേരമായത് വെള്ളമൊക്കെ കാണാം. ഇത് 24-ന് എടുത്ത വീഡിയോ ക്ലിപ്പാണ്. വ്യത്യാസമൊന്നും കാണാനില്ല. പക്ഷെ മുഴുവനായിട്ട് ഉണങ്ങിപ്പോയിട്ടില്ല. അത് മാത്രമേ ഒരു ചെറിയ പ്രതീക്ഷ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന്, അതായത് 27-ന് വേനൽ മഴ ചിലപ്പോൾ ഉണ്ടാവുന്നൊരു പ്രവചനമുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ, ഒരുപക്ഷെ 2-3 ദിവസം അടുപ്പിച്ച് പെയ്യുകയാണെങ്കിൽ രക്ഷപ്പെട്ടേക്കോ എന്നൊരു പ്രതീക്ഷയുണ്ട്. അത് മാത്രമേ ഉള്ളൂ. തേങ്ങാവെള്ളത്തിൽ ഉള്ള സൈറ്റോകൈനിൻസും ജിബെർലിക് ആസിഡും കോശവിഭജനത്തിനും വേരുകളുടെ വളർച്ചയ്ക്കും സഹായിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് അതൊരു റൂട്ടിംഗ് ഹോർമോണായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിവിടെ നല്ലൊരു അഡീനിയം ചെടിയുണ്ട്. ധാരാളം പൂക്കളുണ്ടാകുന്നുണ്ട് ഇപ്പം നല്ല വെയിലുള്ളപ്പോൾ. അതിൽ നിന്ന് ഒരു കമ്പ് മുറിച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ, ഇത് വേറെ ബോട്ടിലാണ്, ഇതിൻ്റെ തേങ്ങാവെള്ളത്തിൻ്റെ ബോട്ടിലൊന്നുമില്ല, ഒരു തേങ്ങാവെള്ളം അതിലൊഴിച്ച് വെച്ചിട്ട് ഇത് അതിൽ മുക്കി വെച്ചു. കുറച്ച് മണിക്കൂറുകൾ, 4-5 മണിക്കൂർ മുതൽ ഒരു രാത്രി മുഴുവൻ വരെ വെക്കണം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് പുതിയ ശ്രമം. പിറ്റേ ദിവസം നോക്കിയപ്പോൾ തേങ്ങാവെള്ളത്തിൽ മുങ്ങിയിരുന്നിട്ട് പോലും പൂക്കളൊക്കെ വാടി പോയിട്ടുണ്ട്, ചെടിയും വാടിയിട്ടുണ്ട്. വേഗം മണ്ണിൽ കുഴിച്ചിട്ടു. അതിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ചെടി അതിലും വാടി പോലെ തോന്നി. ആകെ കുഴഞ്ഞ പോലെയായി. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ ഇതുള്ളത്. വെള്ളമൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലും ഒരു പരിധിയില്ലേ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. നല്ലോണം ഇലകളൊക്കെ വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തളർത്തു വരുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതിലൊരു ചെറിയൊരു തകരാറ് എൻ്റെ ഇത്തവണത്തെ പരീക്ഷണത്തിലുള്ളതെന്ന് വെച്ചാൽ, നല്ല വെയിലത്താണ് വെച്ചത്. അത് ചെടിച്ചട്ടി വേറെ ഒഴിവില്ലാത്തതുകൊണ്ടും ഇത് വലിയ ചെടിച്ചട്ടി ആയതുകൊണ്ടും വളർന്നു വരികയാണെങ്കിൽ അതിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വേണം അങ്ങനെ ചെയ്തത്. ശരിക്കും വേണ്ടത് നമ്മളിങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെടി തണലത്താണ് കൊണ്ട് വയ്ക്കേണ്ടത്. അത് ചെയ്തിട്ടില്ല. ഇനി അതാണോ കാരണം എന്നറിയില്ല. എന്തായാലും തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള മുമ്പത്തെ പോസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതിൽ ശാസ്ത്രീയ വശമൊക്കെ ഒന്ന് നന്നായിട്ട് അറിയാമല്ലോ. തേങ്ങാവെള്ളം ഒരു പ്രകൃതിദത്ത റൂട്ടിംഗ് ഹോർമോണായിട്ട് ഉപയോഗിക്കാം. ചെടികളുടെ കമ്പുകൾ മുറിച്ചിടുമ്പോൾ വേഗത്തിൽ വേര് പിടിക്കാനും കരുത്തോടെ വളരാനും സഹായിക്കും. അതെന്തുകൊണ്ടാണെന്നല്ലേ, തേങ്ങാവെള്ളത്തിലുള്ള സൈറ്റോകൈനിൻസും ജിബെർലിക് ആസിഡുമാണ് ഈ കോശവിഭജനത്തിനും വേരുകളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നത്. ചെടിയുടെ കമ്പ് മുറിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു രാത്രി മുഴുവൻ ശുദ്ധമായ തേങ്ങാവെള്ളത്തിൽ മുക്കി വയ്ക്കുക. അതിന് ശേഷം എടുത്ത് മണ്ണിൽ നടാം. പിന്നെ കമ്പ് നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം വേണമെങ്കിൽ തേങ്ങാവെള്ളം ചേർത്ത വെള്ളം, അതായത് നേരിട്ട് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്താൽ തെങ്ങിൻ്റെ ഇടയ്ക്കിൽ ഉറുമ്പോ അങ്ങനെയുള്ള ഫംഗസൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെ നേർപ്പിച്ച തേങ്ങാവെള്ളം വേണമെങ്കിൽ പിന്നീട് കുറച്ച് ദിവസം കൂടെ ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, കടയിൽ നിന്ന് കിട്ടുന്ന പാക്ക് ചെയ്ത തേങ്ങാവെള്ളത്തിനെക്കാട്ടും നല്ലത് ഫ്രഷായിട്ടുള്ള തേങ്ങാവെള്ളമാണ്. മറ്റേലാകുമ്പോൾ പ്രിസർവേറ്റീവ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടയിൽ നിന്നുള്ള കാര്യത്തിലാകുമ്പോൾ. പിന്നെ ചിലപ്പോൾ പഞ്ചസാര എക്സ്ട്രാ ഉണ്ടായിക്കൂടായികയില്ല. പിന്നെ ഇളനീരല്ല നല്ലത്, നല്ല മൂത്ത തേങ്ങയുടെ വെള്ളമാണ് റൂട്ടിംഗ് ഹോർമോണായിട്ട് കൂടുതൽ ഫലപ്രദം. പിന്നെ മണ്ണിലൊഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അധികമായിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരും, അത് നന്നാവില്ല. തേങ്ങാവെള്ളത്തിൽ എന്താ പറയുക, ഹോർമോണുകളെ പറ്റിയിട്ടും അതിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയുള്ള 1-2 പഠനങ്ങളെ പറ്റിയുള്ള ലിങ്കുകൾ